ജാതകത്തിൽ 10-ൽ 8 പൊരുത്തണ്ടായിട്ട് എന്താ കാര്യം? ജാതകത്തിൽ 10-ൽ 8 പൊരുത്തണ്ടായിട്ട് കാര്യമില്ല. ഇവൻ്റെ സ്വഭാവം ശരിയല്ല. ഇതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയ സ്വഭാവം? ഈ സ്വഭാവം കണ്ടുപിടിക്കാനാണ് ഏറ്റവും അതല്ലേ കഴിഞ്ഞ ഏതാനും ഒരു ആഴ്ചകൾക്കുള്ളിൽ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം പയ്യൻ്റെ കൂടെ കാക്കനാട് ജീവിക്കുകയാണ്, എറണാകുളത്ത്. അവൻ്റെ കൂടെ ഇങ്ങോട്ട് ജീവിക്കുക, പ്രേമം തലയ്ക്ക് മൂത്തിട്ട് എന്തോ പറഞ്ഞ് തെറ്റി അവൻ 21 കുത്താണ് ആ കുട്ടിയെ കുത്തിയത്. ഇഞ്ചിഞ്ചായി കൊന്നു എന്നാണ് പറഞ്ഞത്. പറ്റിയടിക്ക് അങ്ങോട്ട് കൊല്ലല്ല. ആ കുട്ടി അവസാനം അലറിയിരുന്നു അത്രേ. മുകളിലെ ഫ്ലാറ്റിലുള്ളവർ പറയുകയാണ്, ആ കുട്ടിയുടെ അലർച്ച കേട്ടിട്ട് ആ കുട്ടി പറയുകയാണ്, എന്നെ കൊന്നു തരൂ. കാരണം ബ്ലഡ് അങ്ങനെ അവളുടെ ശരീരം കയ്യൊക്കെ കെട്ടിയിട്ട് അവൻ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ആ കുത്തിയെ കുത്തി 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 ഓരോ ഭാഗത്തുനിന്ന് ആലോചിച്ചൊക്കെ അവൻ്റെ മനസ്ഥിതി. ഈ തരത്തിലൊക്കെ ഡ്രഗ് സാധനങ്ങൾ അകത്തിയെന്ന കുട്ടികളാണ് നാളെ നിങ്ങളുടെ കുട്ടികളെ കല്യാണം കഴിക്കുന്നെങ്കിൽ നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയിട്ട് എന്ത് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ട് കുട്ടികളെയൊക്കെ ഒന്ന് നാമം ചൊല്ലിപ്പിച്ച് പരിശീലിപ്പിക്കുക. അതേപോലെ ഇത്തരം കാര്യങ്ങളിലുണ്ടല്ലോ, നാമസംസ്കാരമുള്ളൊരു വീട്ടിലേക്ക് കുട്ടികളെ കെട്ടിച്ചു വിടാവൂന്ന് ഉറപ്പിക്കുക. അല്ലാത്ത വീട്ടിലേക്ക് അയക്കില്ല എന്ന് തന്നെ. വിദ്യാഭ്യാസമല്ല നോക്കേണ്ടത്, സംസ്കാരം നോക്കണം. ഇന്നിപ്പോൾ ഡോക്ടർ കുത്തിക്കൊല്ലുന്ന ലോകം, എഞ്ചിനീയർ കുത്തിക്കൊല്ലുന്ന കാലം. അതിന് ഡോക്ടർ എഞ്ചിനീയർ എന്നില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 21 ഡോക്ടർമാരാണ് കുട്ടികൾ, മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ ഡ്രഗ് അഡിക്റ്റുകളാണ്. ഇവരാണ് നാളെ ഡോക്ടർമാരാവാൻ പോകുന്നത്. മനസ്സിലാവേണ്ട ഞാൻ പറയുന്നത്, എത്ര ദുരന്തത്തിലേക്കാണ് കേരളം. അപ്പം നാമം ജപിക്കുന്ന കുട്ടികൾക്ക് ഞാൻ അവിടെ തീരുമാനിച്ചു നോക്കൂ. നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു നോക്കൂ. ഈ ജാതകവും വിദ്യാഭ്യാസവും ഇത് രണ്ടും നിങ്ങളുടെ തലയിൽ കയറിയിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്, വിദ്യാഭ്യാസമാണ് എല്ലാം എന്നുള്ളത്. വിദ്യാഭ്യാസമല്ല എല്ലാം. മനസ്സിലാവുണ്ടല്ലോ, വിദ്യാഭ്യാസമായിരുന്നു എല്ലാമെങ്കിൽ എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് എടുത്ത് അമേരിക്കയിലെ പ്രസ്റ്റീജ് യൂണിവേഴ്സിറ്റി, ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി, കേംബ്രിഡ്ജിൽ നിന്ന് MA എടുത്ത് ഹൈലി ബ്രില്യൻ്റായ RBI ഡയറക്ടറായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ 10 വർഷത്തെ ഭരണമായിരുന്നു ഏറ്റവും നല്ല ഭരണമാവേണ്ടത്. ഇന്നൊരു പട്ടിക്ക് പോലും വിലയില്ലാത്ത മനുഷ്യനായിട്ട് അയാൾ മാറി. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ഒരു പോസ്റ്ററിലും, ഞാൻ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഒരു പോസ്റ്ററിലും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ചിത്രം വയ്ക്കില്ല. കാരണം അത്ര വെറുത്തുപോയി ആളുകൾക്ക്. അറിവുണ്ട്, കഴിവില്ല. എന്നാൽ നരേന്ദ്രമോദി അത്ര വലിയ വിദ്വാനൊന്നുമല്ല അദ്ദേഹം. എന്നാൽ ലോകം മുഴുവൻ ഇന്ന് അദ്ദേഹത്തിനെ എന്ത് രീതിയിലാണ് ആദരിക്കുന്നത്. ഇവിടെ അതിന് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വേൾഡിൽ പോയി നോക്കൂ. നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്യണം, അപ്പോഴേ അറിയുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴേ ഇന്ത്യയുടെ മഹത്വം അറിയുള്ളൂ, നരേന്ദ്രമോദിയുടെ മഹത്വം. മനസ്സിലാവുണ്ടല്ലോ, ഇവിടെ അറിയില്ല. കാരണം ഇവിടെ എന്താണ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇവിടെയുള്ള പല ആളുകളും വിദേശത്ത് പോകുമ്പം അവർ വലിയ മോഡിയുടെ ആരാധകരാണ്.